എല്ലാത്തിനും ഒരു തുടക്കം ഉണ്ടാവണമല്ലോ അല്ലേ? ഒരു ചെറിയ മുറിവിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്. അപ്പോൾ ഒരു ചെറിയ മുറിവ് വന്നപ്പോഴത്തേക്കും ചെറിയ മുറിവിന് വേണ്ടിയിട്ടൊരു ബാൻഡേഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു ബാൻഡേഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ആ ബാൻഡേഡിന് വില 2 രൂപ മാത്രം. അപ്പോൾ ചിന്ത എങ്ങനെയായി? 2 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും? ഹൗ മെനി തിങ്സ് ക്യാൻ ഐ ഗെറ്റ് അല്ലെങ്കിൽ ബൈ ഫോർ 2 rupees? സോ വാട്ട് ഡിഡ് ഐ ഡു? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? I went to a couple of shops. So where did I go? I went to a stationery store, a fancy store, a margin-free store, a medical store and 2 stores by the road. ഈ 2 stores by the road എന്താണെന്ന് അറിയാമോ? ജനറൽ സ്റ്റോഴ്സ് ആണ്. മാഗസീൻ, പഴം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതിനെ നമുക്ക് ജനറൽ സ്റ്റോഴ്സ് എന്ന് വിളിക്കാം. ഇതൊന്നും കൂടാതെ വഴിയരികിലുള്ള ഒരു കച്ചവടക്കാരൻ്റെ അടുത്തും പോയി. ആ വഴിയരികിലുള്ള കച്ചവടക്കാരനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? സ്ട്രീറ്റ് വെൻഡർ. എന്തായാലും രസകരമായ ഈ എക്സസൈസിൽ 2 രൂപയ്ക്ക് എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടി എന്ന് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു ചോദ്യം. 2 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യത? ഹൗ മെനി തിങ്സ് ഡു യു തിങ്ക് ദാറ്റ് വി ക്യാൻ ബൈ ഫോർ 2 rupees? Here it comes. ഒന്നെന്താണെന്നറിയാമോ? ഒരു സൂചിയുടെ ഇംഗ്ലീഷ് എന്താണ്? നീഡിൽ. നീഡിൽ എന്ന് പറഞ്ഞാൽ മതിയോ? നീഡിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീഡിലിന് സൂചി എന്നർത്ഥമുണ്ട് അല്ലേ? ഇത് ഒരു സോയിങ് നീഡിലാണ്. സ്പെല്ലിംഗ് കണ്ടോ? SEW ആണെങ്കിലും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ സോയിങ് എന്നാണ്. ഒരു സോയിങ് നീഡിൽ നമുക്ക് കിട്ടി. അത് വെറും 1 രൂപയ്ക്ക് മാത്രം. പിന്നെ കിട്ടിയത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കാതിലിടുന്ന കമ്മലിന്റെ ബാക്ക് ബട്ടൺ. സോ ഐ ഗോട്ട് a pair of back buttons. അതിനും ആയുള്ളൂ 1 rupee. So this has only cost me how much? 1 rupee. Do you know which store I went to first? ഞാൻ ആദ്യമായി പോയത് ഏത് സ്റ്റോറിലാണെന്ന്? At first I went to a fancy store. Fancy സ്റ്റോറിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, do you have things that costs less than 2 rupees? അപ്പോൾ എനിക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഉത്തരം എന്തായിരിക്കും? 2 രൂപയ്ക്ക് ഒന്നുമില്ല. There is nothing that you can buy for 2 rupees. അപ്പോൾ ഞാൻ പറഞ്ഞു, do you want to probably take a look? ഒന്ന് നോക്കുന്നോ? അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഈ സൂചി കിട്ടിയത്. സൂചിയോടൊപ്പം തന്നെ നമ്മൾ ഹെയർ സ്ക്രഞ്ചി. ദിസ് ഇസ് എ ഹെയർ സ്ക്രഞ്ചി. ദിസ് ഇസ് ഓൾസോ ഓൺലി 2 rupees. So that's a hair scrunchie for 2 rupees. Then I got a shampoo sachet. നമ്മൾ SACHET എന്നാണ് ഇതിൻ്റെ സ്പെല്ലിംഗ് എഴുതുന്നതെങ്കിലും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ സാഷേ എന്നാണ്. സോ ഐ ഗോട്ട് എ ഷാംപൂ സാഷേ. And then after that I went to the margin-free store. And in the margin-free store I got 2 things. Which are the 2 things? ഒന്ന് ഒരു ഇറേസർ. നമ്മൾ റബ്ബർ എന്ന് പറയും. റബ്ബർ എന്ന് പറയുന്നത് റബ്ബർ ഒരു മെറ്റീരിയലാണ് അല്ലേ? റബ്ബർ ഷീറ്റ് ഉണ്ട്, റബ്ബർ വെച്ച് ടയർ ഉണ്ട്. റബ്ബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാവണം ചിലപ്പോൾ നമ്മൾ റബ്ബർ എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഇറേസർ എന്നാണ്. സോ ഇറേസർ വാസ് ആക്ച്വലി 3 rupees. സോ ചെറിയ ചീറ്റിംഗ് ഉണ്ട് കേട്ടോ. 2 rupeesന് എല്ലാം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ബെഞ്ച് മാർക്ക് ഒന്ന് അപ്പാക്കി. സോ ഐ അപ്പ് ദ ബെഞ്ച് മാർക്ക് ആൻഡ് ഐ സെഡ് ഓക്കെ വി വിൽ ഡു 3 rupees. സോ ഐ ഗോട്ട് എൻ ഇറേസർ ആൻഡ് ഓൾസോ നമ്മൾ എന്താ ഇതിനെ വിളിക്കുന്നത്? കട്ടർ എന്ന് വിളിക്കും ഇല്ലേ? ഇറ്റ്സ് കോൾഡ് എ ഷാർപ്നർ. ഇതിനെന്താ വിളിക്കുന്നത്? ഷാർപ്നർ. പെൻസിൽ ഷാർപ്നർ. ഇറേസർ, പെൻസിൽ ഷാർപ്നർ. 3 rupees, 3 rupees. രൂപയ്ക്ക് എന്ത് മേടിക്കാൻ കിട്ടുമെന്ന് പൊതുവെ ആരോടെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തതിന് ശേഷവും ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, 2 രൂപയ്ക്ക് എന്തൊക്കെ മേടിക്കാൻ കിട്ടും? നിങ്ങളോടും ചോദിച്ചില്ലേ? എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഉത്തരം ദേ ഇതാണ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ ടോഫി. ടോഫി നമുക്ക് 2 രൂപയ്ക്ക് കിട്ടും. ഇത് ചോക്ലേറ്റ് ആണോ ടോഫി ആണോ? രണ്ടുമല്ല. കല്ല് പോലെയുള്ള മധുരമുള്ള കടിച്ചാൽ പൊട്ടുന്ന മുട്ടായിയുടെ പേരാണ് കാൻഡി. സോ ദിസ് ഈസ് എ കാൻഡി. എന്ത് കാൻഡി? It is a sugar candy. So this is also only 2 rupees. After that I got some vegetables. പോയിട്ട് ചോദിച്ചു 2 രൂപയ്ക്ക് അല്ലെങ്കിൽ പോട്ടെ 3 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് കിട്ടും? പച്ചമുളക് തരുമോ?
അപ്പോൾ ആൾക്കാർ ദേ ജനറലി ഗേവ് മീ എ ഷാർപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ തറപ്പിച്ചൊന്ന് നോക്കിയെന്ന് പറയില്ലേ. സോ പീപ്പിൾ ഗേവ് മീ എ ഷാർപ്പ് ലുക്ക്. 3 രൂപയ്ക്ക് പച്ചമുളകോ? പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ തരാൻ ഇഷ്ടമുണ്ടാകില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ എക്സ്പ്ലെയിൻഡ് മൈസെൽഫ്. നമ്മൾ എവിടെയെങ്കിലും പോയി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ വൺ തിങ് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ എക്സ്പ്ലെയിൻ അവർ സെൽസ്. എന്തിനാണ് നമ്മൾക്ക് ഈ 2 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 3 രൂപയ്ക്ക് താഴെയുള്ള സാധനം വേണ്ടിയതെന്ന്. ആ കാര്യം കേട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ആൾക്കാർക്ക് അതൊരു കൗതുകമായി. ഓക്കെ, ആ എന്തൂസിയാസം കൊണ്ടുകൂടി ആയിരിക്കും കേട്ടോ ചില സാധനങ്ങളൊക്കെ എനിക്ക് 3 രൂപയ്ക്ക് കിട്ടിയത്. സോ ഹിയർ ഇറ്റ് കംസ്. 3 വെണ്ടയ്ക്ക, 3 വെണ്ടയ്ക്ക ഫോർ 3 rupees. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ശരിക്കും 3 വെണ്ടയ്ക്ക കിട്ടുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ കിട്ടുമേ. വെണ്ടയ്ക്കയുടെ ഇംഗ്ലീഷ് നമുക്കൊക്കെ അറിയില്ലേ? ലേഡീസ് ഫിംഗർ, ലേഡീസ് ഫിംഗർ. സോ 3 pieces of ladies finger for 3 rupees. And then I got നമ്മുടെ പച്ചമുളക്. അതും 3 എണ്ണമേ കിട്ടിയുള്ളൂ. 3 പച്ചമുളക്. അപ്പോൾ ഏകദേശം ഒരു പച്ചമുളകിന് 1 രൂപയുണ്ടോ? അത് ചിലപ്പോൾ എനിക്കൊരു ലെസ് ബാർഗെയിൻ കിട്ടിയതായിരിക്കും അല്ലേ. എനിവേസ് ഐ ഗോട്ട് 3 പച്ചമുളക് ഓർ ഗ്രീൻ ചില്ലീസ്. ഐ ഗോട്ട് 3 ഗ്രീൻ ചില്ലീസ് ഫോർ 3 rupees. ആൻഡ് ഐ ഗോട്ട് 1 ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? നമ്മൾ സാധാരണ പറയും പൊട്ടറ്റോ അല്ലേ. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റും. ശരിയായ പ്രൊനൗൺസിയേഷൻ പൊട്ടേറ്റോ ആണ്. പൊട്ടേറ്റോ എന്ന് പറഞ്ഞ് കടയിൽ ചെന്നാൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് കിട്ടിയെന്ന് വരില്ല. അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത് പൊട്ടേറ്റോ. ഇവിടെയാണ് നമ്മൾ ഫ ഠ പ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിന് മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ ഠ ഒക്കെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് പറയേണ്ട അക്ഷരങ്ങളാണ്. സോ ദിസ് ഈസ് പൊട്ടേറ്റോ ആൻഡ് പൊട്ടേറ്റോ കെയിം ഫോർ 3 rupees. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ ബാഡ് ബാർഗെയിൻ. ബാഡ് ബാർഗെയിൻ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ കിട്ടിയതാണോ എന്ന് അറിയില്ല എന്ന്. പിന്നെ ഇതിലൊരു ചെറിയ ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. 100 ഗ്രാമിൽ കുറച്ച് ഇത് തരില്ല എന്ന് പറഞ്ഞു. ഇതെന്താണ്? നമുക്കിഷ്ടമുള്ള ഉപ്പിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള നല്ല നെല്ലിക്ക. നെല്ലിക്കയുടെ ഇംഗ്ലീഷ് എന്താണ് അറിയാമോ? നെല്ലിക്ക നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മേടിക്കാറുണ്ട്, അച്ചാറിടാറുണ്ട് അല്ലേ. വി മേക്ക് പിക്കിൾ ഔട്ട് ഓഫ് നെല്ലിക്ക. നെല്ലിക്ക ഈസ് ആക്ച്വലി ഗൂസ്ബെറി. ഭയങ്കര രസമുള്ള പേരാണ്, വളരെ രസമുള്ള പേരാണ് ഗൂസ്ബെറി. ഗൂസ്ബെറി എന്ന് പറയുമ്പോൾ എന്തോ ബെറിയാണ്, മധുരമുള്ള സാധനമാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നും. കാരണം നമ്മൾ പൊതുവേ അങ്ങനെ ഗൂസ്ബെറി എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ബെറിയെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സുമായിട്ടാണ്. സോ എനിക്ക് 100 ഗ്രാം നെല്ലിക്ക 9 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഡിവിഷൻ ചെയ്തെടുത്തപ്പോൾ ഐ ഗോട്ട് 2 gooseberries which comes to around 3 rupees. So there we go. I tried to buy lemon. What did I try to buy? I tried to buy lemon. പക്ഷെ അവരെന്ത് പറഞ്ഞു? നോ, 2 നാരങ്ങയ്ക്ക് 15 രൂപയാകുമെന്ന് പറഞ്ഞു. പക്ഷേ ദിസ് ഈസ് വെരി സീസണൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എപ്പോഴാണ് നമ്മളിത് മേടിക്കുന്നതെന്ന്. സോ സീസണലി ആണെങ്കിൽ മേ ബി യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ എ ലെസർ എമൗണ്ട്. And then I went to a medical store. And you know the only thing that I got from the medical store? 2 paracetamols. Paracetamol നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? We use paracetamol tablets when we have fever. When we have fever we use paracetamol tablets. It is only 1 rupees each. ഓരോന്നിനും 1 രൂപയാണ് എങ്കിൽ നമ്മൾ പറയും 1 rupee each. So this paracetamol tablets, it's only 2 rupees. So that's another one. And then ചെറുതിലേ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊതി എങ്ങനെയായിരുന്നോ അത് മാറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. 2 രൂപയേ ഉള്ളൂ. ദിസ് ഈസ് ഓൺലി 2 rupees ആൻഡ് എവ്രിബഡി നോസസ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഷുഗർ ക്യാൻഡിയാണ് പോപ്പിൻസ്. സോ പോപ്പിൻസ് യു ഗെറ്റ് ഇത്രയും പോപ്പിൻസ്. അതിനകത്ത് എത്ര ഉണ്ട്? 10 എണ്ണോളം ഉണ്ട്. 10 പോപ്പിൻസ് യു വിൽ ഗെറ്റ് ഫോർ 2 rupees. Now isn't that a bargain? That's a great deal. 2 rupees poppins. And we've got one more thing. നമുക്ക് സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിൽ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ദാറ്റ് ഈസ് എ ഫിംഗർ ഗ്ലവ്. ഫിംഗർ ഗ്ലവ് എന്തിനാണ്? നമ്മൾ കറിക്ക് അരിയാൻ നേരത്തെ ഉപയോഗിക്കുന്നതാണ്. വെൻ യു വോണ്ട് ടു കട്ട് യുവർ വെജിറ്റബിൾസ്. സോ ദ ഫിംഗർ ഗ്ലവ് ഹാസ് കോസ്റ്റ് മീ 3 rupees. 3 rupees, not cheaper than that. And finally I have the one last thing. അവസാനത്തെ സാധനം എന്താണ്? You will like it if you drink
coffee. So if you drink coffee, you know that you can get a sachet packet of coffee powder for 2 rupees. It's only 2 rupees. So before that I forgot something. This is the most important one. ചില സമയത്ത് ഒരു സാധനത്തിൻ്റെ വാല്യൂ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലേ. ഇഫ് ഇറ്റ് ഇസ് എ സീസണൽ പീരിയഡ് നമുക്കത് ചീപ്പറായിട്ട് കിട്ടും. ഇഫ് സീസണൽ ആണെങ്കിൽ. സീസണൽ അല്ലെങ്കിലോ ദ പ്രൈസ് വിൽ ബി ഹയർ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ബാർഗെയിനിങ് കപ്പാസിറ്റി. നമ്മൾ എങ്ങനെയാണ് നമ്മളിത് ബാർഗെയിൻ ചെയ്യുന്നതെന്ന്. എല്ലായിടത്തും നമുക്ക് ബാർഗെയിനിങ് ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഫൈനലി ഐ ഗോട്ട് എ നൈസ് മുരിങ്ങയ്ക്ക. വിൽ യു ബിലീവ് ഇറ്റ്? ഫോർ 3 rupees. ദിസ് വാസ് 3 for 10 rupees. അപ്പോൾ ഒരു ബാർഗെയിനിങ് ചെയ്തതുകൊണ്ട്, ബിക്കോസ് ഐ ടോൾഡ് ഹിം ദാറ്റ് ഇറ്റ്സ് ഫോർ എ വീഡിയോ, ഹി ഗേവ് ഇറ്റ് ടു മീ ഫോർ 3 rupees. വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് ഫോർ മുരിങ്ങയ്ക്ക? Drumstick, and drumstick is very healthy and really good for you. മുരിങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുരിങ്ങ മരത്തിൽ നിന്നുള്ള മുരിങ്ങയ്ക്കായ drumstick came for 3 rupees. So today we have looked at quite a few things that comes less than about 2 rupees, some less than 2 rupees, and then some for 3 rupees. So there are still a lot of things that you can buy for 2 rupees or under. There are still a lot of things that you can buy for 2 rupees or under. എന്തായാലും ഈ ബാർഗെയിനിങ്ങിലൂടെ, ഈ 2 rupee ബിസിനസ്സിലൂടെ നമ്മൾ ഒരു കൂട്ടം പുതിയ വാക്കുകൾ പഠിച്ചു. കൂട്ടത്തിലുള്ള രസമുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ മുരിങ്ങയ്ക്ക മേടിച്ച കടയിലെ പുള്ളി ഉൾപ്പെടെ എന്നോട് പറഞ്ഞു, 3 രൂപയ്ക്കൊക്കെ എന്ത് കിട്ടാനാണ്, 2 രൂപയ്ക്കൊക്കെ എന്ത് കിട്ടാനാണ്. 20ഓളം സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒന്ന് ചുറ്റി അന്വേഷിച്ചാൽ ഒരു 10-50ഓളം സാധനങ്ങൾ 2 രൂപയ്ക്കോ അതിന് താഴെയോ വാങ്ങിക്കാനാകും. എനിവേസ്, കീപ് വാച്ചിങ് സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർക്കും ഇംഗ്ലീഷ് എന്ന ഭാഷ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫോർ മോർ അപ്ഡേറ്റ്സ്, ഡെയിലി അപ്ഡേറ്റ്സ്. കാണുക സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. ലളിതമായും രസകരമായും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ.